നവരാത്രി ആഘോഷങ്ങൾ ഭാരതീയ സംസ്കാരത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഉത്സവമാണ്. ദേവിയുടെ 9 രൂപങ്ങളെ ആരാധിക്കുന്ന ഈ ദിനങ്ങളിൽ പ്രത്യേക സ്ഥാനമേറ്റിരിക്കുന്ന ചടങ്ങാണ് കുമാരി പൂജ. കുമാരി പൂജയുടെ അടിസ്ഥാന വിശ്വാസം വളരെ സരളമാണ്. ദുർഗാദേവി ബാലികാ സ്വരൂപത്തിൽ പ്രത്യക്ഷമാകുന്നു. 2 മുതൽ 10 വയസ്സുവരെയുള്ള ബാലികകളെയാണ് ഈ ചടങ്ങിൽ ദേവിയായി കരുതുന്നത്. അവരുടെ പ്രായത്തിനനുസരിച്ച് വിവിധ ദേവസ്വരൂപങ്ങൾ പ്രതിനിധീകരിക്കുന്നു. ചടങ്ങിന്റെ ക്രമവും അതീവ ഭക്തിപൂർവം നടപ്പിലാക്കപ്പെടുന്നു. പൂജയ്ക്കായി തെരഞ്ഞെടുക്കുന്ന ബാലികയെ ശുദ്ധ വസ്ത്രത്തിൽ അലങ്കരിച്ച് അഥവാ ദേവിയുടെ വേഷത്തിൽ പൂക്കളാൽ അലങ്കരിച്ച് മണ്ഡപത്തിലിരുത്തുന്നു. ആദ്യം അവളുടെ കാലുകൾ കഴുകി ഭക്തർ ശുദ്ധീകരിക്കുന്നു. തുടർന്ന് ദീപം, പൂക്കൾ, മന്ത്രങ്ങൾ, നൈവേദ്യം എന്നിവ സമർപ്പിക്കുന്നു. പൂജ കഴിഞ്ഞാൽ ബാലികയ്ക്ക് സദ്യ നൽകി ആദരിക്കുന്നു. സദ്യയ്ക്ക് പ്രത്യേകമായ അർത്ഥമുണ്ട്. ദേവിയുടെ പ്രതിരൂപമായ അവളെ ആദരിച്ചു ഭക്ഷണം നൽകുന്നതിലൂടെ മാതൃസ്വരൂപത്തോടുള്ള നന്ദി പ്രകടിപ്പിക്കുകയാണ്. ചടങ്ങിന്റെ അവസാനത്തിൽ ഭക്തജനങ്ങൾ അവളുടെ ആശീർവാദം സ്വീകരിക്കുന്നു. കുമാരി പൂജയുടെ ആത്മാർത്ഥ സന്ദേശം അതീവ ഗൗരവമുള്ളതാണ്. സ്ത്രീശക്തി തന്നെ ദൈവിക ശക്തിയുടെ പ്രതിഫലനം എന്നതാണ് ആ സന്ദേശം. ബാലികയെ ദേവിയായും മാതൃസ്വരൂപമായും ആദരിക്കുന്ന ഈ ചടങ്ങ് ഭക്തിയുടെ ശക്തിയും ആത്മീയ ബോധവും വർദ്ധിപ്പിക്കുന്നു. പ്രത്യേകിച്ച് അഷ്ടമിയും നവമിയും ദിവസങ്ങളിൽ ക്ഷേത്രങ്ങളിലും വീടുകളിലും കുമാരി പൂജ വലിയ ഭക്തിപൂർവം നടത്താറുണ്ട്. ഭഗവതിയുടെ അനുഗ്രഹം തേടി മനസ്സിൽ ശുദ്ധിയും സമാധാനവും നിറയ്ക്കുന്ന ഒരു ആത്മീയ അനുഭവമാണ് കുമാരി പൂജ. കുമാരി പൂജ നടത്തി ദേവിയുടെ പ്രതിരൂപമായ ബാലികകൾക്ക് സമ്മാനവും ഭക്ഷണവും വസ്ത്രവും ഒക്കെ നൽകുന്നതിലൂടെ അവരുടെ മനസ്സിൽ സന്തോഷമുണ്ടാകുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ഐശ്വര്യവും സന്തോഷവും ഉണ്ടാകും എന്ന് വിശ്വസിക്കപ്പെടുന്നു. എല്ലാവരുടെ ജീവിതത്തിലും ഐശ്വര്യവും സന്തോഷവും ഒക്കെ ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു.